ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മലയാളികൾ ആദ്യം ആലോചിക്കുന്ന ലൊക്കേഷൻ മൂന്നാറായിരിക്കും അല്ലേ? യെസ്, ഞങ്ങളിപ്പോൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 1 ഡേ ഗെറ്റ് അവേ. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ മൂന്നാർ വരുമ്പോൾ പോയി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. ഫുഡ് ആവട്ടെ, ആംബിയൻസ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഞാൻ മൂന്നാർ സ്റ്റേ ചെയ്തിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടിയാണിത്. ഇത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പൂപ്പാറയാണ്. ആൻഡ് ദ പ്രോപ്പർട്ടി ഇസ് ആവഡെയിൽ റിസോർട്ട്സ് മൂന്നാർ. ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും പ്രോപ്പർട്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞങ്ങൾ പേഴ്സണലി പോയി എക്സ്പീരിയൻസ് ചെയ്തതുമാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ എക്സ്റ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണാം. നമ്മളൊരു ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഇവിടെ വന്നിട്ട്. ഫുൾ ലഷ് ഗ്രീനറിയാണ് ആൻഡ് ഒരുപാട് സ്പേസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈവസിയാണ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക്. ചുറ്റും ഒരുപാട് മരങ്ങളും ചെടികളും നല്ല കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഇത്ര സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം കാർ പാർക്കിംഗ് സ്പേസും കൂടി ഉണ്ട്. ഒരു പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈലിൽ ഫുൾ സ്റ്റോൺ വർക്കൊക്കെ വെച്ചാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും ഒക്കെ ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഹാളാണ്. ഇവിടെ ടോട്ടലി 4 ബെഡ്റൂംസ് ആണുള്ളത്. ഈ 4 ബെഡ്റൂംസും ബുക്ക് ചെയ്തത് കൊണ്ട് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി നമ്മൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് കിട്ടി. മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ പ്ലേ ഏരിയ ഉണ്ട്. അവിടെ സ്നൂക്കറും ഫൂസ്ബോളും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും 2 ബെഡ്റൂംസ് ആണ് ഉള്ളത്. ഇത് രണ്ടും ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂംസ് ആണ്. രണ്ടിനും ബാൽക്കണി ഒക്കെ ഉണ്ട്. ഒരു ഹ്യൂജ് ബാൽക്കണിയാണ് ഇവിടുത്തെ. ചുറ്റും കാടായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ്, ഭയങ്കര പീസ്ഫുള്ളുമാണ് ഇവിടെ. ഇതുപോലെ തന്നെ ബാൽക്കണിയൊക്കെ ഉള്ള ഒരു റൂമും കൂടെ ഇവിടെ ഉണ്ട്. ഇത് താഴത്തെ ഒരു ബെഡ്റൂമാണ്. ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂമും കൂടെ താഴെയുണ്ട്. സോ ടോട്ടൽ 4 റൂംസ്. ഞങ്ങൾ 9 അഡൾട്ട്സ് ആൻഡ് 2 കിഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കം കിച്ചൺ.
ഫുഡൊക്കെ ഇവിടെ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഫുഡ് മെനു ഒക്കെ നമ്മൾക്ക് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. മെനുവിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇവരുടെ ഫുഡെല്ലാം വളരെയധികം ടേസ്റ്റി ആയിരുന്നു. ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീക്കെൻഡ് ഗെറ്റ് എവേയോ അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ഇവിടെ തന്നെ നമ്മൾക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോർഡ് ഗെയിംസ്, ക്യാരംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ എൻജോയ് ചെയ്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. ഇവിടുന്ന് നിയർ ബൈ ആയിട്ടൊരു നല്ല സൺസെറ്റ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ചതുരംഗപ്പാറ. അവിടെ ജീപ്പ് ട്രക്കിങ്ങും വിൻഡ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. സോ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇത് അധികം ആരും അറിയാത്തൊരു ലൊക്കേഷനായിരുന്നു. ഞങ്ങളും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് ജീപ്പിൽ ട്രെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലെത്തും. അവിടെ നിന്നാണ് നമ്മൾ സൺസെറ്റ് കാണുന്നത്. ജീപ്പ് ട്രെക്കിംഗ് കുറച്ച് അഡ്വെഞ്ചറസ് ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ആ വ്യൂ പോയിന്റിലാണ്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ജീപ്പിൽ തിരിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വി ആർ ബാക്ക് ടു അവഡേൽ. അത്യാവശ്യം രാത്രി ആയപ്പോഴത്തേക്കും നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ ഞങ്ങൾക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിരുന്നു. ഒരു 9 ഒക്കെ ആയപ്പോഴത്തേക്കും ഇവർ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്തു. വെജും നോൺ വെജും അത്യാവശ്യം എല്ലാം നല്ല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഇവരുടെ ഫുഡിൻ്റെ കാര്യം എടുത്തു പറയണം. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും വളരെ ടേസ്റ്റി ആയിരുന്നു. ആൻഡ് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും പല ലൊക്കേഷൻസിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടാണ്. And we are glad that we chose Avadale because everyone was so happy. അങ്ങനെ ഒരു അടിപൊളി സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തിരിച്ചു പോകാൻ റെഡിയായി. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. നിങ്ങൾ എവിടെയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഔട്ട്. മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി ഇതുപോലുള്ള നല്ല ട്രിപ്സും പ്രോപ്പർട്ടീസൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ബൈ ഫോർ നൗ.